Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റുള്ള യൂഷ്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ തരാറില്ല, അതെപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരാറുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു SOPL ആണ് വരുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ തരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് ക്ലോസ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ടാണ്. വാല്യൂ ചെയ്തതും ആ ഇയറിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് എ ലെഡ്ജർ ബാലൻസ്. അതുകൊണ്ട് തന്നെ ലെഡ്ജർ ബാലൻസ് ഉണ്ടാവാത്ത ഒരു അക്കൗണ്ടുമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ടിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാലോ SOPL കാണിക്കും. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് അണ്ടർ ദിസ് ഹെഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കമ്പയർ ചെയ്യണം ക്ലോസിംഗ് സ്റ്റോക്കുമായിട്ട്. ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസിന് എക്സ്പെൻസ് എന്നും, ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുന്നതെങ്കിൽ ആ ഡിഫറൻസിനെ ഇൻകം എന്ന പേരിലുമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻവെൻട്രീസ് എന്നുള്ള സബ് ഹെഡിൽ കാണിക്കുക. കറണ്ട് അസെറ്റ്, ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റിൽ ഇൻവെൻട്രി എന്നുള്ളതിലായിരിക്കും കാണിക്കുക. വെൻ അഡ്ജസ്റ്റഡ് പർച്ചേസസ് ആർ ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ആണെന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരിക്കലും ട്രയൽ ബാലൻസ് തരില്ല. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അഡ്ജസ്റ്റഡ് പർച്ചേസ് മീൻസ് പർച്ചേസ് ആഫ്റ്റർ സ്റ്റോക്ക് ഈസ് അഡ്ജസ്റ്റഡ്. പർച്ചേസസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പർച്ചേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ലെവലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റഡ് പർച്ചേസ് കാണിക്കുന്ന എക്സ്പെൻസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും കാണിക്കുക. ഒരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ SOPL ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇൻ ദിസ് കേസ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ട്രയൽ ബാലൻസ് വിൽ അപ്പിയർ ഓൺലി അറ്റ് വൺ പ്ലേസ്, ഏതെങ്കിലും ഒന്നിലായിരിക്കും ഉണ്ടായിരിക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടാവാം, നമ്മൾ ഇനിയും കൊടുത്ത് തീർക്കാൻ ബാക്കി അക്കൗണ്ടിങ് പീരീഡിൽ വന്നതും എന്നാൽ ഇനിയും നമ്മൾ കൊടുത്ത് തീർക്കാത്തതുമായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളാണ്. ഇത് കറക്റ്റായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ലോസ് മെഷർ ചെയ്യണമെങ്കിൽ ഇതും കൂടി ആവശ്യമാണ്. അപ്പോൾ ജേർണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമുക്കറിയാം, കൺസേൺഡ് എക്സ്പെൻസിൽ ആഡ് ചെയ്യാം, നോട്ട്സ് കൊടുക്കുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ സബ് ഹെഡ് കറണ്ട് ലയബിലിറ്റീസിൽ കാണിക്കുകയും കൂടി ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി അടയ്ക്കുക. അടുത്ത വർഷത്തെ പൈസ ഇപ്പോഴേ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ അതിനാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇതിന് അൺഎക്സ്പയർഡ് എക്സ്പെൻസ് എന്നുള്ള പേരും അറിയപ്പെടും. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, നേരത്തെ കൂട്ടിനെ കൊടുക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട് കാണിക്കുക. ഫൈനൽ അക്കൗണ്ടിൽ നമ്മളിത് കാണിക്കുന്നത് ഏതാണോ എക്സ്പെൻസ് വെച്ചാൽ ആ എക്സ്പെൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കുക, നോട്ട്സ് കൊടുക്കുക. അതേപോലെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൽ അതർ കറണ്ട് അസറ്റിനുള്ള പേരിലൂടെ കാണിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അക്രൂഡ് ഇൻകം ഉണ്ടാവും, നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അക്കൗണ്ടിങ് ഇയറിൽ വരയ്ക്കും അത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, കമ്മീഷൻ ഇതൊക്കെ അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റർ ടു ഇൻകം അക്കൗണ്ടാണ് കാണിക്കുക. ഇത് ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് P&L അക്കൗണ്ടിൽ കാണിക്കുന്നത് ഏതാണോ ഇൻകം അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ അതൊരു കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിങ്ങിൽ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾക്ക് ഇൻകം മുൻകൂട്ടി തന്നെ നമ്മൾ റിസീവ് ചെയ്യുക. അത്തരത്തിലുള്ള ഇൻകത്തിനാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻകം വന്നതല്ല, ഇൻകം അക്കൗണ്ട് അറ്റർ ടു അഡ്വാൻസ് അൺഏൺഡ് ഇൻകം എന്ന് കാണിക്കുക. ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. കൺസേൺഡ് ഇൻകം എന്താണോ അതൊന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. SOPL നോട്ട്സ് അടക്കം കൊടുക്കുക. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി എന്നുള്ള പേരിൽ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ഏതാണോ ഫിക്സഡ് അസറ്റ് അതിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു ആ അസറ്റ് ഏതാണോ ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുമ്പം അത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്നുള്ള പേരിൽ SOPL കാണിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന സമയത്ത് ഏതാണോ കൺസേൺഡ് ആയിട്ടുള്ള അസറ്റ് അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് കാണിക്കണം. അസറ്റ് ഡയറക്റ്റ്ലി അത് നമ്മളെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്ത് കാണിക്കുക ആ പെർട്ടിക്കുലർ അസറ്റിൻ്റെ മുകളിൽ. പിന്നെ ഫൈനൽ അക്കൗണ്ടിൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് ജേർണൽ എൻട്രി വരുന്നത്. പിന്നെ ബാഡ് ഡെറ്റ്സ് ആണ്, കിട്ടാക്കടങ്ങൾ. നമുക്കൊരു മാക്സിമം നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് ഇനിയും
കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ കിട്ടാക്കടങ്ങളായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ബാഡ് ഡെറ്റ്സ് ആണ്. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി അത് ക്ലോസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ബാഡ് ഡെറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ടാണ് കാണിക്കുക. കാരണം പി ആൻഡ് എല്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്, അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെറ്റ് ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി നമുക്ക് ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി ടേക്കൺ അണ്ടർ ദ ഹെഡ് അതർ എക്സ്പെൻസസ് എന്നുള്ള പേരിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് SOPL കാണിക്കുന്നത്. ബാഡ് ഡെറ്റ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് ആണെങ്കിൽ അത് നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ കാണിക്കണം. ഒന്ന് SOPL അതർ എക്സ്പെൻസിൽ കാണിക്കുക, ഡീറ്റെയിൽ നോട്ട്സ് ഒക്കെ കൊടുക്കുക ബാഡ് ഡെറ്റ്. പിന്നെ അതേപോലെ തന്നെ ഡെറ്റേഴ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് അസറ്റിൽ കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്. അത് ഡെറ്റേഴ്സിൻ്റെ വർഷാവസാനം വരുന്ന ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഇനിയും റിക്കവർ ചെയ്യാത്തതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. സം ഓഫ് ദ ഡെറ്റേഴ്സ് ആർ ഡൗട്ട്ഫുൾ. വർഷാവസാനമായിട്ടും ചില ഡെറ്റേഴ്സ് നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ ഡൗട്ട്ഫുൾ ഡെറ്റ് ഈസ് എ ഡെറ്റ് വിച്ച് മേ ഓർ മെ നോട്ട് ബി റിക്കവേർഡ്. ഇറ്റ് ഈസ് നെസറി ടു ഷോ എവറി അസറ്റ് അറ്റ് ഇസ് ട്രൂ വാല്യൂ. എല്ലാ അസറ്റും ശരിക്കും ഒരു ട്രൂ വാല്യൂലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് കണക്കാക്കിയിട്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ഇറ്റ് സെൽഫാണ്. അപ്പം ഡെറ്റേഴ്സിൻ്റെ ബേസിൽ കൊണ്ട് കറണ്ട് ഇയറിൽ ഡെറ്റേഴ്സിനെയാണോ കാണിക്കുന്നത്. ഡെറ്റ് ഈസ് ഇർറിക്കവറബിൾ. അത് നമുക്ക് സമീപ ഭാവിയിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ് ജേണൽ എൻട്രി. പിന്നെ പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കാനാണ് പറയുന്നത്. അതർ എക്സ്പെൻസ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യാം. പിന്നെ നോട്ട്സൊക്കെ അതിൻ്റെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് തന്നിരിക്കുന്നതെങ്കിൽ പുതിയ പ്രൊവിഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് അത് രണ്ട് സ്ഥലങ്ങളിൽ കാണിക്കണം എന്നുള്ളതാണ്. അതർ എക്സ്പെൻസിലും കാണിക്കാം, ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിന് ഡിഡക്റ്റ് ചെയ്തിട്ടും കാണിക്കാം. ഇതിൻ്റെ നോട്ട്സും അതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണ്. നോർമൽ പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, നല്ല ഡെറ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സം എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് മേ ബി അലൗഡ് ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. ദിസ് ലോസ് ബിലോങ് ടു ദ കറണ്ട് പീരീഡ്. ഈ ഒരു വർഷത്തെ ലോസ് ആണിത് വരുന്നത്. കാരണം ഡെറ്റേഴ്സ് റിലേറ്റ് ടു കറണ്ട് പീരീഡ് ആണല്ലോ. ഈ വർഷമാണല്ലോ ഡെറ്റേഴ്സുമായിട്ട് നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ അതൊരു പ്രൊവിഷനായിട്ട് ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന പ്രൊവിഷൻ അവിടെ മാറ്റി വയ്ക്കാനായി കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് സെയിം വേ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും ട്രീറ്റ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിനെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതേപോലെ നോട്ട്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ചിലപ്പോൾ ചില ഡെറ്റേഴ്സിന് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൃത്യമായിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ല ഡെറ്റേഴ്സിൻ്റെ മുകളിലാണെന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അഡീഷണൽ ബാഡ് ഡെറ്റ്സ്, ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഏതാണോ അതിൽ നിന്ന് അഡീഷണൽ ബാഡ് ഡെറ്റും ന്യൂ പ്രൊവിഷൻ ബാഡ് ഡെറ്റിന് വേണ്ടിയുള്ളതും കുറച്ചതിന് ശേഷമാണ് നമ്മളിത് കണക്കാക്കുന്നത്. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പറഞ്ഞ ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് നമുക്ക് തരുന്ന ഡിസ്കൗണ്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻകം ആയിട്ടാണ് അത് നമ്മളിവിടെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ക്രെഡിറ്റേഴ്സ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അതർ എക്സ്പെൻസിൽ കാണിക്കുക. SOPL സൺട്രി ക്രെഡിറ്റേഴ്സിന് ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കുക. ട്രേഡ് പേയബിൾസ് എന്നുള്ളതായിരിക്കും ഇതിൽ കാണിക്കേണ്ടാവുക ബാലൻസ് ഷീറ്റിൽ. പിന്നെ എംപ്ലോയിഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് നെക്സ്റ്റ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ലോൺ അക്കൗണ്ടൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്. ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് സൈഡിലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അടക്കം
ലോണ് നമ്മൾ പേ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഈ മെത്തേഡ് വളരെ സിമ്പിളാണ്. വർക്ക് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ ഡ്യൂ ആവേണ്ടത് അതിൽ ഗിവൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, അത് വെച്ച് നമ്മൾ കണക്കാക്കുക. ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് കുറവാണെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെ കാണിച്ച് അത് ഡ്യൂ ആവാനുള്ള ഡിഫറൻസ് ട്രീറ്റ് ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഫൈനൽ അക്കൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആദ്യം ആഡ് ചെയ്യും. ഇൻട്രസ്റ്റ് പെയ്ഡിലോടുകൂടി ആഡ് ചെയ്യുക. അതിന് ഹെഡിങ് കാണിക്കണം ഫിനാൻസ് കോസ്റ്റ് എന്നുള്ളതിലായിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക. SOPL സെയിം ടൈം അത് നോട്ട്സ് ടു അക്കൗണ്ട്സ് അണ്ടർ ദ ഹെഡ് അതർ കറണ്ട് ലയബിലിറ്റി എന്നുള്ള പേരിലായിരിക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പോൾ ഇത്രയാണ് 12 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇതിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ സാധാരണ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന മെജോറിറ്റി ആയിട്ട് വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.